നല്ല കിടിലൻ മസാലയും സൂപ്പർ ടേസ്റ്റി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. അപ്പൊ നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കുക നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, ചെറിയ 3 കഷ്ണം ഇഞ്ചി, 6 ചെറിയുള്ളി, ഒരു പിടി മല്ലിയില, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ പെരുജീരകം, 4 വറ്റൽമുളക്. ഇനി ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അങ്ങനെ പേസ്റ്റ് ആകണ്ട, ജസ്റ്റ് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. 3/4 കിലോ ചിക്കൻ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചിക്കനിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. നന്നായിട്ട് അടച്ചെടുത്ത് വെക്കുക. 15 മിനിറ്റിന് ശേഷം ഒരു മുട്ട, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അരമുറി ലെമൺ പിഴിഞ്ഞത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് വീണ്ടും നമ്മൾ നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു മണിക്കൂർ നേരം നമ്മൾ ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഫ്രീസർ അല്ല, ഫ്രിഡ്ജില്. പുറത്തായാലും വെക്കാം. ഇനി 1 മണിക്കൂറിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിൽ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായാലും നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. ചിക്കൻ എല്ലാം എണ്ണയിലിട്ട് ഒരു ഭാഗം ആകുമ്പോൾ അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് എടുക്കുക. പയ്യെ സ്ലോ കുക്കിംഗ് ചെയ്താൽ മതി കേട്ടോ. ഇനി അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റും മണവും ഉണ്ടാവും കേട്ടോ. ഇനി ചിക്കൻ ഈ ഒരു പരുവമാകുമ്പോൾ എണ്ണയിൽ നിന്ന് ഊറ്റി എടുത്ത് മാറ്റി വെക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആഹാ, നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.